CPI കാൻഡിഡേറ്റായ ഇ ചന്ദ്രശേഖർ ഭരിക്കുന്ന കാനങ്ങാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഭരണത്തിൽ തൃപ്തരാണോ? ഇല്ല, ഞാൻ അവരെ എതിര് പക്ഷം. പിന്നെ അതെല്ലാം ജനങ്ങളെല്ലാം തൃപ്തികരമാണ്, എല്ലാം അറിഞ്ഞറിഞ്ഞ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായും തൃപ്തികരമാണ്. ഞാൻ CPI ആള്, പിന്നെ അതിൽ വേറെ ചോദ്യമില്ല, ഒന്നും ചോദിക്കണ്ട. CPI തൃപ്തരാണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഭരണം നല്ല തൃപ്തികരമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. ഈ ചന്ദ്രശേഖരൻ്റെ ഭരണം മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ് തൃപ്തരം. ഇപ്പോൾ എന്താ പറയാൻ തൃപ്തൻ എന്ന് വെച്ചാൽ MLA ഒരു വികസനം ഇവിടെ കാണുന്നില്ല. തൃപ്തൻ അല്ല തൃപ്തൻ തന്നെ. തൃപ്തികരം തന്നെ. തൃപ്തനാണോന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇനിയും കുറേ വികസനങ്ങൾ കാഞ്ഞങ്ങാട് വരാനുണ്ട്. ചന്ദ്രശേഖരല്ലേ തൃപ്തൻ. നമസ്കാരം. കേരളത്തിലെ 140ഓളം വരുന്ന നിയോജക മണ്ഡലങ്ങൾ, 140 MLA മാർ, 14 ജില്ലകൾ. ഈ ജില്ലകളിലെ ജനങ്ങളുടെ അഭിപ്രായ സർവേയിലേക്കുള്ള യാത്ര റെയിൽ ഇന്ത്യ വിഷൻ ആരംഭിക്കുകയാണ്. റെയിൽ ഇന്ത്യ വിഷൻ ആദ്യം തുടങ്ങുന്നു കേരളത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള കാസർഗോഡ് എന്ന ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 5 മണ്ഡലങ്ങളുണ്ട്. ആ 5 മണ്ഡലങ്ങളിൽ നിന്ന് ആദ്യം നമ്മൾ പോകുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാനങ്ങാട് നിയോജക മണ്ഡലത്തിലാണ്. ഈ കാനങ്ങാട് നിയോജക മണ്ഡലത്തിലുള്ള നിലവിലെ MLA എന്ന് പറയുന്നത് ഇ ചന്ദ്രശേഖരാണ്. CPI കാൻഡിഡേറ്റായ ഇ ചന്ദ്രശേഖരൻ്റെ ഈ ഒരു ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണോ എന്നുള്ള അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. കാഞ്ഞങ്ങാടല്ലേ? കാഞ്ഞങ്ങാട് നല്ല ഭരണം. അയാളെ പ്രവർത്തനം നമുക്ക് പിന്നെ ഇവരുടെ മണ്ഡലത്തിൽ നല്ല രീതിയിൽ റോഡായാലും ബാക്കിയുള്ള കെട്ടിടമായാലും പൊതുവായിട്ടുള്ള എല്ലാ കാര്യത്തിലും നല്ലൊരു വികസനമാണ് കാഴ്ചവെക്കുന്നത്. ഏത് പരിപാടിയായാലും ജനങ്ങളായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. എല്ലാ സമയത്തും അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നല്ലൊരു മികച്ച രീതിയിലുള്ളൊരു ഭരണം തന്നെയാണുള്ളത്. എല്ലാ കാര്യത്തിലും വികസന പ്രവർത്തനങ്ങളുണ്ട്. റോഡായാലും വിദ്യാഭ്യാസമായാലും മണ്ഡലത്തിൽ നല്ല രീതിയിലൊരു വികസനം MLAക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തൃപ്തികരം തന്നെ. കാഞ്ഞങ്ങാട് നല്ല രീതിയിൽ പിന്നെ ഒരു ഭരണം തന്നെയാണ്. ഞാൻ CPI ആള്, പിന്നെ അതിൽ വേറെ ചോദ്യമില്ല, ഒന്നും ചോദിക്കണ്ട. CPI ആള് 100 കിട്ടും. അല്ലാണ്ടല്ല ഏത് ഇവിടെ എന്താ വികസനം കുറവുള്ളത്? കാഞ്ഞങ്ങാട് എന്താ വികസനം കുറവുള്ളത്? അതെ അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ കാഞ്ഞങ്ങാട് പഴയതുപോലെയുള്ള കാഞ്ഞങ്ങാടാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര വികസനം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ഞാൻ അവരെ എതിര് പക്ഷം. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരു വികസനമില്ല. എന്ത് വികസനം ഇതൊന്നുമില്ല. എന്ത് വികസനമില്ല. ഒരു വികസനം. റോഡ് കാണുന്നില്ല. ഈ ബസ് സ്റ്റാൻഡ് റോഡ് മുനിസിപ്പാലിറ്റി കാണുന്നില്ല. കുത്തിപ്പൊളിഞ്ഞിട്ട് പിന്നെ വേറെ എന്തുണ്ട്? വേറെ ഒന്നുമില്ല. എല്ലാം രണ്ട് ഭരണം പോകണ്ടേ. ചന്ദ്രശേഖരൻ്റെ ഭരണം മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ് തൃപ്തൻ. എന്നുവെച്ചാൽ ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതാണ്. ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നെ മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഏകദേശം നല്ല രീതിയിൽ എന്താ വ്യത്യാസം? അല്ല, ഇപ്പോഴൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ, അതായത് പിന്നെ ഭരണത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നുമില്ല, അങ്ങനെ പിന്നെ അന്തർധാരയൊന്നുമില്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷേ അന്തർധാരയൊന്നും ഒരു ധാരയുമില്ല. അത് പറയും, രാഷ്ട്രീയ ശത്രുക്കൾ പറയും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ വല വെക്കുന്നില്ല. ചന്ദ്രശേഖരൻ MLAയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മണ്ഡലം നല്ല രീതിയിൽ, അതിനൊന്നും ചെയ്യാനൊന്നുമില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഭരണം ആര് വന്നാലും അവർക്ക് വേണ്ട പണിയൊന്നുമില്ല. ഭരണം തന്നെ കാഴ്ചവെക്കുന്നത് തൃപ്തനാണ്. നമ്മളെ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഭരണം നല്ല തൃപ്തികരമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. ഭരണമല്ല, നമ്മൾ MLA കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല തൃപ്തികരമായ രീതിയിലാണ് നമ്മൾ കാഞ്ഞങ്ങാട് മണ്ഡലം പോകുന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നമ്മൾ കാഞ്ഞങ്ങാട് മണ്ഡലം പോകുന്നുണ്ടെന്നാണ് നമുക്ക് ഇത്രയും കാലങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. നല്ല രീതിയിലാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. കിഫ്ബി നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ട് കിഫ്ബി വഴിയിൽ സ്കൂളുകളെല്ലാം ഒരുപാട് വികസനങ്ങൾ, സ്കൂളുകൾക്ക് നല്ല വികസനം കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ. നല്ല വികസനം വന്നിട്ടുണ്ട്. എല്ലാം റോഡായാലും പാലങ്ങളായാലും എല്ലാം
എല്ലാ വികസനവും നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു MLA ആണ് നമ്മൾ ഈ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലുള്ളത്. ആ തൃപ്തൻ തന്നെ. തൃപ്തനായ സാധാരണ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇവിടെ എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വികസന പരിപാടി അയാളെ പണ്ട് നില വികസന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടല്ലോ. അങ്ങനെ അത്രയും എനിക്കറിയാൻ പറ്റും. അതെ, അങ്ങനെ പ്രത്യേകമായിട്ട് ఇంకా ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയാൻ, തൃപ്തൻ എന്ന് വെച്ചാൽ MLA ഒരു വികസനം ഇവിടെ കാണുന്നില്ല. ഒരു കാഴ്ച ടൗൺ മേഖലയിൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇതായാലും ഒന്നും വികസന മേഖല എന്ന് പറയാൻ പറ്റുന്നില്ല. അത് അവർ നമ്മൾ എങ്ങനെ പറയാം, അത് നമ്മൾ കാണുന്നില്ല. നമ്മുടേതായ ബിസിനസ് ആയിട്ട് പോകുന്നു. കുറേ ആയി കാണാത്ത. ഭരണമെല്ലാം നല്ല ഭരണമാണ്. നല്ല ഭരണം നമ്മളിപ്പോൾ ഇത് അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. MLA ഭരണം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ്. എല്ലാം നല്ല ഇതായിട്ട് പോകുന്നതാണ്. റോഡിൻ്റെ വികസനമായാലോ ബാക്കിയുള്ള വികസനങ്ങളിലായാലോ കോൺഗ്രസിനേക്കാളെല്ലാം നല്ലൊരു ഭരണം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ ഇതായാലോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇതുവരെയായിട്ട്. എല്ലാം നടപ്പിലാക്കുന്നത് ലൈഫ് വിഷൻ്റെ ഇപ്പോൾ വീടായാലോ ബാക്കിയുള്ള കാര്യങ്ങളിലായാലോ പെൻഷൻ്റെ കാര്യമായാലോ ഇവിടെ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് മുനിസിപ്പാലിറ്റീൻ്റെ. അയാൾ തൃപ്തതാണ്. എന്തുകൊണ്ട് എല്ലാ കാര്യത്തിനും അയാളെ കിട്ടുന്നു. അയാളെ ഓഫീസിൽ പോയാൽ കാണുന്നു. ഞാൻ ഒരു കടലാസം കൊണ്ടുപോയി അവിടെ കാണും. അയാളെ നേരിട്ട് കണ്ടു. എല്ലാ കാര്യത്തിനും നല്ല വികസന പരിപാടി. ഇപ്പോൾ ഇനി ഇവിടെ ഒന്നും ആവാനില്ല, എല്ലാം ആയിക്കഴിഞ്ഞു. നമുക്കൊന്നും ഇനി റോഡ് കാര്യമൊന്നുമില്ല. ഒരു റോഡ് കുഴിയുണ്ട് എറിഞ്ഞിട്ട് കാര്യമില്ല. അത് പണ്ട് ഞാൻ 45 കൊല്ലമായി 82 ഇങ്ങോട്ട് ഓടുന്നതാണ്. അപ്പോൾ അന്നേരത്തെല്ലാം കളിയായിരുന്നു. അത് റോഡായി, നല്ല റോഡ്, ഉച്ചറൻ റോഡ്. പിന്നെ രമേശനും കൂടെ ഇവിടെ പിന്നെ ഇതായതിന് ശേഷം ബാക്കിയെല്ലാം പിന്നെ സിമെൻറ്റ് പിന്നെ ഇതെല്ലാം ഇതായിട്ട് നല്ല AC റോഡാണ് ഇപ്പോൾ ഇടാ. പിന്നെ എന്തിന് നമുക്ക് ഇത് പിന്നെ ഇതിനപ്പുറം എന്താ ഇവിടെ ഉണ്ടാവാൻ? അത് പറ. ഇതിനപ്പുറം ഒന്നും ഉണ്ടാവാനില്ല. അഥവാ ഉണ്ടാണെങ്കിൽ ഈ പറയുന്ന നിങ്ങളോട് എന്നോട് കീശന്ന് എടുത്തിട്ട് പിരിക്കണം, കൂടുതൽ പിരിക്കണം. എന്നാലും മാത്രമേ ഇത് ഉണ്ടാവൂ. ഇനി അത് പിരിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഈ ചന്ദ്രശേഖരല്ലേ? തൃപ്തൻ. അദ്ദേഹം നല്ല എല്ലാ ഉപകാരം നല്ല സഹകരണം ചെയ്യുന്നതാണ്. വികസനത്തിനെല്ലാം നല്ല ഇതാണ് കൊണ്ടുവന്നു. റോഡ് പരമായിട്ടും പാലം, അങ്ങനത്തെ സ്കൂള്. വേറെ നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന നിജസ്ഥിതിയിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ MLA, കാഞ്ഞങ്ങാട് മണ്ഡലം MLA. പിന്നെ അതെല്ലാം ജനങ്ങളെല്ലാം തൃപ്തികരമാണ്, എല്ലാം അറിഞ്ഞറിഞ്ഞ് ചെയ്യുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റിന് അറിയിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് പത്രങ്ങളിലായാലും മാധ്യമങ്ങളിലായാലും ഇവിടെയായാലും MLA അറിയിക്കേണ്ട വിധത്തിലെല്ലാം നാട്ടുകാരെ അറിയിക്കുന്നുണ്ട്. അല്ല അത്ര ഒരു പ്രവർത്തനമില്ല. ഇല്ല ഭരണമല്ല, അയാളെ പ്രവർത്തനം. ഭരണം ഗവൺമെൻറ് അല്ല. പ്രവർത്തനത്തിൽ ഇല്ലാത്ത ഗവൺമെൻറ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റിയും CPM ആണ്. അപ്പോൾ രണ്ടും കൂടെ വരുന്ന സമയത്ത് കാഞ്ഞങ്ങാടിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ വരുന്നില്ലെന്നാണോ പറയുന്നത്? വികസനങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് തൃപ്തനല്ലാന്ന് പറയാൻ കാരണം? തൃപ്തനല്ലാന്ന് പറയാനുള്ള കാരണം? അല്ല, MLAയുടെ പ്രവർത്തനം തൃപ്തനല്ല. MLAയുടെ പ്രവർത്തനം നല്ലതാണോ? അല്ല, തൃപ്തനല്ല. മുനിസിപ്പാലിറ്റിൻ്റെ പ്രവർത്തനം കൊള്ളാം. MLAയുടെ ഭരണത്തിൽ തൃപ്തനല്ല. തൃപ്തനാണ്. വികസനം നന്നായിട്ട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വികസന പദ്ധതികൾ MLA കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും തൃപ്തനാണ്. തീർച്ചയായും, അത് സംശയമില്ലല്ലോ. തൃപ്തനാണോയെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇനിയും കുറേ വികസനങ്ങൾ കാഞ്ഞങ്ങാട് വരാനുണ്ട്. അപ്പം ആ ഒരു പ്രവർത്തന കാലയളവിൽ ഇനിയും കൂടി കുറേ കൂടുതൽ വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വിജയം എന്ന് പറയാൻ പറ്റൂ. കുറേയും കൂടി മെച്ചപ്പെടാനുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേൻ്റെ കാര്യത്തിൽ. മലയോര റെയിൽവേ പാത കുറേയും കൂടി അടിസ്ഥാന കാര്യങ്ങളിൽ ഒരുപാട് ഇനിയും കാഞ്ഞങ്ങാടിന് മുന്നേറാനുണ്ട്. മറ്റു മണ്ഡലങ്ങളെപ്പോലെ കാഞ്ഞങ്ങാടും ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എത്തുവാനുണ്ട്. അത് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി നിലവിലുണ്ട്. തൃപ്തൻ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നല്ല ഭരണമാണ്. എല്ലാം നടക്കുന്ന മുനിസിപ്പാലിറ്റി എല്ലാം ഇവിടെ LDFൻ്റെ കയ്യിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് നല്ല കാഴ്ച നോക്കുന്നുണ്ട്.
തീർച്ചയായും തൃപ്തികരമാണ്. ഈ എല്ലാ വികസന കാര്യങ്ങളിലായാലും റോഡായാലും ഏത് വികസന രംഗത്തും നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്ന MLA കൂടിയാണ് നമ്മുടെ MLA.